തയ്യാറാക്കാൻ പോകുന്നത് പാടക്കറിയാണ്. ചക്കക്കുരുവിൽ നിന്ന് എടുക്കുന്ന പാട കൊണ്ടുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പാട നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിനകത്തോട്ട് ഇട്ടെടുക്കുകയാണ്. ചക്കക്കറി ഉണക്ക് നല്ല സാധാണ് പാടക്കറിക്കും. അപ്പോൾ പാട കുക്കറിനകത്തോട്ട് ഇട്ടു. അതിലൂടെ കുറച്ച് ചക്കക്കുരു ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. ആ ചക്കക്കുരു കൂടി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് അടച്ചൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഏകദേശം ഒരു 3 വിസിൽ അടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പാട നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് അതിനുള്ള അരപ്പ് കൂടി തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഒരു അരമുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. പിന്നെ സ്വല്പം ജീരകവും 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ മതി. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് അരപ്പായിട്ട്. പാട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കണം. പാടയും ചക്കക്കുരും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ആക്കി എടുക്കണം. ഇനി അതൊരു കലത്തിലേക്ക് മാറ്റാൻ പോവാണ്. ഞാൻ ഈ വെന്തുടച്ച് വെച്ചിരിക്കുന്ന പാടയും ചക്കക്കുരും കൂടെ ഒരു കലത്തിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാണ്. ഇനി അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയാണ് തിരുമ്മി വെച്ചിരിക്കുന്നത്. അത് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം കറി തിളയ്ക്കാൻ പാടില്ല. നന്നായി ചൂടാക്കി മാത്രം എടുക്കണം. കറി തിളച്ചു പോകരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങ ചുമന്ന് വരുന്നുണ്ട്. നമ്മൾ തീയലിനൊക്കെ വറക്കുന്ന പോലൊക്കെയുള്ള അത്രയും ചുമന്ന് പോകേണ്ട തേങ്ങ ഒരു ഇളം ചുമപ്പാവുമ്പോൾ തന്നെ ഓഫ് ആക്കണം. കാരണം നമ്മൾ തേങ്ങ കറിക്കത്തിടാനായതുകൊണ്ട് ഒത്തിരി ചുമന്ന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പരുവം മതി. തേങ്ങ നമുക്ക് കറിക്കത്തിടാനുള്ള ഒരു പരുവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പരുവം മതി. കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ 2 വറ്റൽമുളക് കീറിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കടുകൂടെ വറുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ായിട്ട് പാടയും ചക്കക്കുരും കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ.